ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് തുടങ്ങിയത്. കൊച്ചിയിൽ യാത്രക്കാർക്ക് നാളത്തേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്തു നൽകി. തിരുവനന്തപുരത്ത് യാത്ര പുനഃക്രമീകരിക്കാനും റീഫണ്ടിനും സൗകര്യമൊരുക്കിയെന്ന് വിമാനത്താവള അതോറിറ്റി അറിയിച്ചു. ഇതിന്റെ ഉത്തരത്തര പറയാം. അതിന്റെ സമാനം പറയാമെന്ന് നിങ്ങൾ പുറത്തു വരുന്നേ. ചേട്ടാ ചോദിക്കാനുള്ള നിങ്ങളുടെ ഞാൻ ചോദിച്ചോളൂ, ഈ ടിക്കറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മൈക്ക് ഇങ്ങോട്ട് വെച്ചോ. ഈ ടിക്കറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. നിങ്ങൾ എയർ ഇന്ത്യയിലെ ആണ്ട് ഇത് എനിക്ക് എയർ ഇന്ത്യയിലല്ലേ ആണോ? നിങ്ങളൊന്ന് പറ. ഈ ടിക്കറ്റ് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. ക്യാൻസൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ അവർ കഥ അടച്ച് പൂട്ടിയിരിക്കുമോ? അവിടെ ആരുമില്ല. ഉള്ള ആളെ കണ്ടാണ് ഞാൻ ചോദിച്ചത്. എവിടെ ചെന്ന് കോൺടാക്ട് ചെയ്യും എനിക്കറിയത്തില്ല. ഞാൻ വന്നയാ, ഞാൻ പൊല്ലൂരിൽ നിന്ന് വന്നയാ. എന്നെ കൊണ്ടുപോയിട്ട് വണ്ടിയിൽ പോയി. ഞാൻ എവിടെ ചെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ, എവിടെ കോൺടാക്ട് ചെയ്യണ്ടേ? അവിടെ ആരുമില്ല. അതുകൊണ്ട് അവിടോട്ട് വന്ന് നിങ്ങൾ ഇറങ്ങി വന്ന് നോക്ക്. കൂട്ടിയിട്ടാ വന്നു. നിങ്ങൾ എല്ലാം ഈ ശമ്പളം മേടിക്കുന്നില്ലേ ഈ പൈസയ്ക്ക്? ഞങ്ങൾ പോകുന്ന ഈ പൈസയ്ക്കല്ലേ ശമ്പളം മേടിക്കുന്നേ? ഈ കാണിക്കുന്നത് ശരിയാണോ? അവിടെ ആരും ഇല്ലെന്ന് ആരുടെ സംസാരിക്കണ്ടേ? ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ആരുടെ സംസാരിക്കണം? ഇപ്പം എയർ ഇന്ത്യയിൽ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ആരുടെ സംസാരിക്കണം? ഇപ്പം ഇല്ല, ഒന്നുമില്ല. മൊത്തത്തിൽ അടച്ചിട്ടാണ്. ഇത് എയർ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ചോദിച്ചാൽ ഞാൻ അവിടോട്ട് പോയി നോക്കാം. ഇവിടെ സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞു. നോക്കി സ്റ്റാഫുണ്ടോ? ഇവിടെ സ്റ്റാഫുണ്ടോ നോക്കും. ഇവിടെ വരുമെന്ന് പറഞ്ഞു. മാനേജർ ക്യാബിന മാനേജർ വരുമെന്ന് അവിടുന്ന് പറഞ്ഞു. സംസാരിക്കാൻ കഴിയില്ല. സ്റ്റാഫുണ്ടോ ചോദിക്കുന്നറിയാമോ? നിങ്ങൾ നമ്മളെ കൊണ്ടുവന്ന പൈസ എന്നാണല്ലോ. പുള്ളിയുടെ പൈസ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. മനസ്സിലായി? അതാണ് ഒരു സ്റ്റാഫും ഇല്ല. അപ്പുറത്ത് പറഞ്ഞ സ്റ്റാഫുണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ കണ്ടേന്നല്ലോ. പുള്ളി ചോദിക്കുന്നില്ല നിങ്ങൾ നമ്മളെ കൊണ്ടുവന്ന പൈസ തന്നാ നമ്മളെന്താ വേണ്ടേ നിങ്ങൾ ചോദിക്കുന്നു. നമ്മളിവിടെ വന്ന് ബസ് കണക്ക് ടിക്കറ്റ് എടുക്കുന്നു. ആ ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ഇവിടെ അപ്പുറത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ ക്യാബിനുണ്ട്, ഇവിടെ നോക്കാനാ പറഞ്ഞു. ഇവിടെ ഒരു മനുഷ്യരില്ല. സംസാരിക്കാൻ പറഞ്ഞെന്നറിയാമോ? ഗോ ഗോ എന്നാ പറയുന്ന പുള്ളി. വേറൊരു സംഭാഷണവും ഇല്ല. അത്താണിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മെസ്സേജെല്ലാം വന്നത്. വെറുതെ കോൾ വിളിച്ചിട്ട് പറയുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല എന്ന്. ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ല. അതായത് ഇവർ പറയണ്ട നാളെ ഉണ്ടാവോ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്ലേറ്റിലേക്ക് വിടണം, ഞങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്. അവിടെ ചെന്ന് ഇന്ന് ജോലിക്കേണ്ട ആൾക്കാരുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് പറ്റാണ്ട് ഞങ്ങൾ തിരിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒറ്റ വർത്താനുള്ളൂ, ഞങ്ങൾക്ക് ഇത് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ നാളത്തേക്ക് ടിക്കറ്റ് തരാൻ പറഞ്ഞു. നാളത്തേക്ക് ടിക്കറ്റ് തന്നിട്ട് നാളത്തേക്ക്, പക്ഷേ ഇത് ഉറപ്പല്ല. രാവിലെ 5:55 ഇവിടെ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുവരേക്കും നമുക്കൊരു കോമ്പൻസേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുമില്ല. ടിക്കറ്റ് റീഷെഡ്യൂൾ തരാമെന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് അവർ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്ക് റീഷെഡ്യൂൾ തന്ന് 10-ാം തീയതിയേക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോയി തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ച് ഇവിടെ വരണമെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ളതും കൂടെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇങ്ങനെ എയർ ഇന്ത്യ നമ്മൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രീതിയിലാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേക്ക് പോകേണ്ട പാസഞ്ചേഴ്സിന് വേറൊരു വിസ്താരയോ 3 മണിക്കുള്ള വിസ്താരയോ അത് വൈകിട്ടത്തേക്ക് ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്യാനോ അവർ തയ്യാറല്ല. പാസഞ്ചേഴ്സ് അവിടെ കിടന്ന് നമ്മൾ സംസാരിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇത് തന്നെയാണ്, റീഷെഡ്യൂൾ ചെയ്ത് തരാം. റീഫണ്ടിന് അപേക്ഷിച്ച് അവർ 7 ദിവസം സമയമെടുക്കും റീഫണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വയം പൈസ ഇട്ട് നിങ്ങൾ വേറെ എയർലൈനിലോട്ടേക്ക് പോകാനെന്നാണ് അവർ പറയുന്നത്. വലിയ ദുരിതത്തിലാണ് യാത്രക്കാരെന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും തന്നെ മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് കൗണ്ടറുകളിൽ നിന്ന് കൃത്യമായ മറുപടി പോലും അവർക്ക് ലഭിക്കുന്നില്ല. എയർ ഇന്ത്യ ജീവനക്കാർക്ക് കൃത്യമായൊരു മറുപടി നൽകാൻ പോലുമില്ല എന്നുള്ളതാണ്. എന്തായാലും വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹനും കൊച്ചിയിൽ നിന്ന് ഷംന അശോകുമുണ്ട്. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരി, ഈ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു കൃത്യമായ മറുപടി നൽകാൻ ഈ ജീവനക്കാർക്ക്, നിലവിൽ കൗണ്ടറിലുള്ള ജീവനക്കാർക്ക് കഴിയുന്നില്ല. പലർക്കും ടിക്കറ്റുകൾ നാളേക്ക് റീഷെഡ്യൂൾ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സമരം പെട്ടെന്ന് അവസാനിക്കുമെന്നുള്ളതിന്റെ സൂചനകളാണോ? ഈ സമര കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? എയർ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുണ്ടോ?
ജിൽസി, ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ഇതുവരെ 4 വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയത്. ഇന്നലെ രാത്രി 10:40 2 വിമാനങ്ങളും ഇന്ന് പുലർച്ചെ 1:10 5 2 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. എയർപോർട്ട് അതോറിറ്റിയുമായി സംസാരിക്കുന്ന സമയത്ത് അവർ റീഷെഡ്യൂൾ ചെയ്ത് നൽകി റീഫണ്ട് ചെയ്ത് നൽകുമെന്നൊക്കെയുള്ള ഉറപ്പുകളൊക്കെയാണ് നൽകുന്നതെങ്കിൽ പോലും യാത്രക്കാർക്ക്, അതായത് വിമാനത്താവളത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യാത്രക്കാർക്കൊന്നും തന്നെ വളരെ കൃത്യമായ ഒരു മറുപടി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ ഇല്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അത് നോക്കി അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, അവർ നമുക്കൊരു മറുപടി പോലും തരുന്നില്ല. ചോദിക്കാൻ പോകുന്നു. നിങ്ങൾ എങ്ങോട്ട് പോകാനുള്ള? മസ്കറ്റിൽ പോകാനുള്ള. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നതാണ്, ഇതുവരെ മെസ്സേജ് ഒന്നുമില്ല. എയർലൈൻസിൽ നിന്ന് 12 മണിക്ക് വിളിച്ചു പറഞ്ഞ് രാവിലെ 8 മണിക്ക് ഫ്ലൈറ്റ്, 5 മണിക്ക് എയർപോർട്ടിൽ കയറണമെന്ന്. ഇവിടെ വന്ന് പറയും ഫ്ലൈറ്റ് റദ്ദാക്കിയെന്ന്. ചോദിക്കുമ്പോൾ നാണ്ടെ നോക്ക്, ഒരു റീഷെഡ്യൂൾ തരുന്ന കാര്യം സംസാരിച്ചു ഒന്നും പറയുന്നില്ല. നാണ്ടെ നിങ്ങൾ കേട്ടോണ്ടിരിക്കും, അവരൊന്നും മിണ്ടുന്നില്ല. ഫോൺ കൊടുത്താൽ, ഇത് പാസ്പോർട്ട് കൊടുത്താൽ ടിക്കറ്റ് കൊടുത്താൽ അവർ സംസാരിക്കുന്ന പോലുമില്ല. നമ്മൾ 16,000 കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തിയ. എനിക്കിനി പോകാൻ വണ്ടിയില്ല, ഒന്നുമില്ല. ഞാൻ വണ്ടി വിളിച്ച് വന്നേ. ഇനി ഞാൻ പോയതിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. ഞാൻ പൊന്നൂരിൽ നിന്ന് വന്നേ. ഞാനി എങ്ങനെ പോകും? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ യാത്രക്കാരിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുന്നതും. കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറാണ്. ഇവിടെ നിരന്തരമായി യാത്രക്കാർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അവർ മറുപടി നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യാത്രക്കാരുടെ ആരോപണം മാത്രമല്ല. അപ്പോൾ ഇത്തരം നിരവധി ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. എങ്ങോട്ടേക്ക് പോകാനുള്ളായിരുന്നു? ഇവരെന്താ പറയുന്നത് ചോദിക്കുമ്പോൾ? ഇവരിപ്പോ ഒന്നും പറഞ്ഞു. ഇവർ പറയുന്നത് 17-ാം തീയതി ഫ്ലൈറ്റ് ഉള്ളൂ, അതും ഉറപ്പില്ല എന്നാ പറയുന്നത്. ഇപ്പൊ ഇന്ന് നാളെ ഒന്നും ഇല്ല, റീഫണ്ട് 2 വീക്സ് കഴിഞ്ഞ് തരാൻ പറ്റുന്ന പറയുന്നത്. ഇവര് മുന്നേ ഒരു SMS-ഓ ഇമെയിലോ ഒന്നും തന്നിട്ടില്ല ഇങ്ങനെ ക്യാൻസൽ ആവുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ 5 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ക്യാൻസൽ ആയിരുന്നു. റീഫണ്ട് താമസിച്ചെടുക്കും 2 വീക്സ് കഴിയുന്നാ പറഞ്ഞത്. അപ്പം മാനേജറാണെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കാൻ പോലും റെഡിയല്ല. നമ്മളെ സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് പോകുന്നത്, എന്നിട്ട് പോലും ഒന്ന് കേൾക്കാൻ പോലും അയാൾ റെഡിയല്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ചില ആളുകൾക്കൊക്കെ നാളത്തേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് ചില ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? കാരണം ഈ സമരം എത്ര ദിവസത്തേക്ക് നീണ്ടുപോകുമെന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നാണോ? ജിൽസി, ഇതിനകത്ത് നമ്മൾ എയർപോർട്ട് അതോറിറ്റിയോട് സംസാരിക്കുമ്പോൾ അവർ 3 ദിവസത്തെ കണക്ക്, അതായത് 10, 11, 12 തീയതികളിൽ യാത്രക്കാർക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകി എന്നുള്ളൊരു വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ 3 ദിവസങ്ങളിലും ഉള്ള ടിക്കറ്റുകൾ പൂർണ്ണമായിട്ട് തീർന്നിരിക്കുന്നു. ഇനിയും യാത്രക്കാർ, അതായത് 4 വിമാനങ്ങളിലെ യാത്രക്കാരാണ് ഇത്തരത്തിൽ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് ലഭിച്ചിട്ടില്ല, റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും യാത്രക്കാർ കൂടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ റീഫണ്ടുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതാണ് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം. റീഫണ്ട് ചെയ്ത് കിട്ടണമെങ്കിൽ 2 ആഴ്ചയോളം എടുക്കും എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മാനേജർ അടക്കമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവർ ഇവർക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല, അവർ ക്യാബിൻ തുറക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാത്രക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. നിങ്ങൾ എങ്ങോട്ടാണ് പോകാനുള്ളത്? എനിക്ക് ഷാർജയ്ക്ക് പോകാനുണ്ടായിരുന്നതാണ്. ഇന്നലെ വന്നു, 7:40 ബോർഡിംഗ് ടൈം കഴിഞ്ഞ് 10:40 ഫ്ലൈറ്റ്. 10:40 വരെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ഇല്ല. ബോർഡിംഗ് പാസും എല്ലാം കിട്ടി, കൺഫേം ആയി അവിടെ ഇരുന്നവരാണ് ഞങ്ങൾ. 10:40 അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ഡിലേ ആണ്, വെയിറ്റ് ചെയ്യണം 2 മണിക്കൂർ 3 മണിക്കൂർ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിന് 12:30 1:30 ഫ്ലൈറ്റ് വന്നില്ല. ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്, നിങ്ങൾ പൊക്കോണം. ഇതാണ് അവരുടെ സൈഡിൽ നിന്നല്ലേ നമുക്ക് കിട്ടിയ റെസ്പോൺസ്. ഇപ്പോ ഇവരുമായിട്ട് സംസാരിച്ചോ? അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു 17-ാം തീയതി ഇനി ട്രിവാൻഡ്രത്ത് നിന്ന് ഷാർജയ്ക്ക് ഫ്ലൈറ്റ് ഉള്ളൂ എന്നാ പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിനായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ അവരുടെ സൗകര്യത്തിന് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇനി അല്ലെങ്കിൽ എറണാകുളത്ത് പോയിട്ട് പോവാൻ, ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് എറണാകുളത്ത് പോയിട്ട് ലഗേജും എല്ലാം വാരിക്കെട്ടി പോകാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഇതിന് ഇവിടെ എറണാകുളം വരെ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടിയും ചാർജ് ആവും. എന്നാൽ വേറെ ഫ്ലൈറ്റിൽ പോകാന്ന് വിചാരിച്ചാലും നല്ല ചാർജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റീഫണ്ട് പറയുന്നതും 7 ദിവസം 14 ദിവസം വർക്കിംഗ് ഡേയ്സ് അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ വേറൊരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനും അവരൊരു റെസ്പോൺസ്, ഒരു റീഫണ്ട് തരട്ടെ സമയത്ത്, അതും തരുന്നില്ല. പിന്നെന്താ ചെയ്യുക? ഞങ്ങൾ ഇന്നലെ 5 മണിക്ക് ഇവിടെ വന്നവരാ, ഇതുവരെ പോയിട്ടില്ല. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇവർ തന്നിട്ട് പോവാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ബോർഡിംഗ് പാസ് കിട്ടിയവരാണ് ഞങ്ങൾ, കിട്ടി വെയിറ്റ് ചെയ്ത്. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയവർക്ക് അവര് അക്കോമഡേഷൻ തരണം, ഫുഡ് തരണം, ട്രാവലിംഗ് തരണം, ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊന്നും ഉണ്ടാവുന്നില്ല. അവർ എപ്പോഴും നിങ്ങൾ കാണുന്നില്ല, അവർ കഥവ് അടച്ചിട്ട് അകത്തിരിക്കുവാണ്.
ആ രീതിയിൽ ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അവരൊക്കെ അറിയില്ലേ? ഇന്നലെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതാണ്, വേണമെങ്കിൽ പാസ്പോർട്ട് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ആ കിട്ടിയ കുറെ ആൾക്കാർ പോയി, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അവരിപ്പോ ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്ന ഇവിടുത്തെ ജോലിക്കാർ സമരമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇമിഗ്രേഷനും അവര് തിരിച്ച് വീണ്ടും നമ്മളെ ഇമിഗ്രേഷനിലേക്ക് പറഞ്ഞു വിട്ട് ഒരു 2 മണിക്കൂർ ഇമിഗ്രേഷന് ക്യൂ നിർത്തിയിട്ട് ക്യാൻസൽ ചെയ്ത് വിട്ടു. 2 മണിക്കൂർ വീണ്ടും ഇമിഗ്രേഷനിൽ നിർത്തി പാസ്പോർട്ട് വെച്ചിട്ട് നമ്മളുടെ ഈ രീതി കൃത്യമായി നമ്മൾ ക്ലെയിം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് യാതൊരു സംശയമില്ല. ജിൽസി, ഇത്തരത്തിലാണ് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത്. അതായത് 5 മണിക്ക് ഇന്നലെ വന്ന ആളുകളാണ് ഇപ്പോൾ അതിൽ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷവും ഇവർക്ക് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് പകരം ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റി താമസിക്കുകയോ ഇപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. മുൻപ് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആകുന്ന സമയത്ത് ഇത്തരത്തിൽ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയോ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒക്കെ തന്നെ ചെയ്യാറുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊന്നും ചെയ്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിമാനത്താവളത്തിലുള്ള യാത്രക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇതിന് വളരെ കൃത്യമായി മറുപടി നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാരും തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അവരുടെ പ്രതിഷേധത്തിനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതും. കാരണം ഈ റീഫണ്ടും റീഷെഡ്യൂളും മാത്രമാണ് ഇതിനുള്ള പോംവഴികൾ. അതിൽ റീഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന യാത്രക്കാർക്ക് 17-ാം തീയതി മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ഫ്ലൈറ്റിന്റെ ദിവസം എന്ന് പറയുന്നത് 17-ാം തീയതി മാത്രമാണ്. അതിപ്പോൾ ഇന്ന് 8-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ. 9 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അത്ര ദിവസം കാത്തു നിൽക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 17-ാം തീയതി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു ഫ്ലൈറ്റ് എറണാകുളത്ത് നിന്ന് മറ്റൊരു ഫ്ലൈറ്റ് എടുക്കാനാണെങ്കിൽ പോലും റീഫണ്ട് ചെയ്ത് ലഭിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ റീഫണ്ടും ഇവർക്ക് ലഭിക്കുന്നില്ല. അത് 7 മുതൽ 14 ദിവസം വരെ എടുക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി എന്നുള്ളതാണ് യാത്രക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി നേരത്തെ നമ്മളെ അറിയിച്ചിട്ടുള്ളതുപോലെ 10, 11, 12 തീയതികളിൽ എത്ര യാത്രക്കാർക്ക് അവർ റീഷെഡ്യൂൾ ചെയ്ത് നൽകി എന്നൊക്കെയോ വിശദീകരിക്കേണ്ടത് അവരാണ്. എന്തുകൊണ്ട് ബാക്കി യാത്രക്കാർക്ക് ആ സൗകര്യം ലഭിച്ചില്ല, എല്ലാ യാത്രക്കാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ളത് വളരെ വലിയ പ്രശ്നം തന്നെയാണ്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. വളരെ ദൂരെ നിന്ന് പോലും എത്തിയ ആളുകൾ കൃത്യസമയത്ത് ജോലിയിൽ കയറേണ്ട ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായൊരു മറുപടി എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് യാത്രക്കാരെ രോഷാകുലരാക്കുന്നുണ്ട്. അവിടെ ഉള്ള ആളുകളടക്കം കൃത്യമായൊരു മറുപടി, ഉള്ള ജീവനക്കാർക്കടക്കം കൃത്യമായൊരു മറുപടി നൽകാനില്ല. എന്ന് യാത്ര പുറപ്പെടാനാകുമെന്ന് പറയുമ്പോൾ 17-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ വളരെ എമർജൻസിയായി എത്തേണ്ട ആളുകൾ പോലും വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. അവർക്ക് അവരെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് നടത്തുന്നില്ല എന്നുള്ളതും ഈ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് അവിടെ ജീവനക്കാരുടെ പണിമുടക്കാണ് എന്നുള്ളതാണ്. പക്ഷേ അത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവരുടെ ആഭ്യന്തരമായി പരിഹരിക്കേണ്ട കാര്യമാണ്. അതിന് ഇത്രയും യാത്രക്കാരെ വഴിയിൽ നിർത്തി ദുരിതത്തിലാക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഷംന അശോക് ഉണ്ട്. ഷംന, ഇവിടെ തിരുവനന്തപുരത്ത് ചില ആളുകൾക്ക് റീഷെഡ്യൂൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് എപ്പോൾ പുറപ്പെടും, എപ്പോൾ പോകാൻ കഴിയുമെന്നതിനെ പറ്റി കൃത്യമായ ഒരു വിവരം നൽകിയിട്ടില്ല. അതൊക്കെ യാത്രക്കാർക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിലും സമാന കാഴ്ചകൾ തന്നെയാണോ കാണുന്നത്? ജിൽസി, അത് തന്നെയാണ്. അതായത് ഇന്ന് 8:50 പുറപ്പെടേണ്ട മസ്കത്തിലേക്കുള്ള വിമാനം നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയെന്നുള്ളൊരു കാര്യം എയർ ഇന്ത്യ ഈ യാത്രയ്ക്ക് പോകാനായി വന്ന ആളുകളോട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലും ഒരു കൃത്യമായ വിശദീകരണം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് 250 ജീവനക്കാരാണ് എയർ ഇന്ത്യയിൽ നിലവിൽ പണിമുടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ നാളെയും ജോലിക്ക് തിരികെ കയറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ റീഷെഡ്യൂൾ ചെയ്ത ഈ ഫ്ലൈറ്റിന്റെ കാര്യത്തിലും ഒരു കൃത്യമായ ഒരു വിശദീകരണം, അതായത് അത് പുറപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പ് നൽകുന്നില്ല. ടിക്കറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയുന്നത്. അക്കാര്യത്തിലും ഒരു ഉറപ്പ് നൽകാൻ എയർ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന്, അതായത് എറണാകുളത്ത് നിന്ന് പുറത്തു നിന്നും ഇവിടെ മസ്കത്തിലേക്ക് പോകാനായി വന്ന നിരവധി യാത്രക്കാർ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എയർപോർട്ടിൽ വെച്ച് കാണുന്നുണ്ട്. അവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് റീഷെഡ്യൂൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു വിശദീകരണം നൽകുന്നില്ല. മാത്രമല്ല റീഫണ്ട് പറയുകയാണെങ്കിൽ അത് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. ഈ വിസ തീർന്ന് അവിടെ എത്തേണ്ട, അതായത് പെട്ടെന്ന് തന്നെ അവിടെ എത്തേണ്ട ആളുകൾ നിരവധിയായിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കൊന്നും അവരുടെ ഒരു ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ മസ്കത്ത് വിമാനത്തിൽ പോകാനെത്തിയ യാത്രക്കാരോടൊപ്പമാണ് ഉള്ളത്. ചേട്ടാ, നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴും നിങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. രാവിലെ പുറപ്പെട്ടതാണല്ലേ അവിടുന്ന്? രാവിലെ പുറപ്പെട്ടാൽ നല്ല ക്ഷീണമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഒന്നാമത് തന്നെ അവർ റീഷെഡ്യൂൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് 10-ാം തീയതിയാണ്. റീഷെഡ്യൂൾ തന്നാലും അവർക്കത് കൺഫേം ആണെന്ന് അവർ പറയുന്നില്ല.
അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു വിധിയല്ല നമുക്ക് തരുന്നത് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് യാത്രക്കാരെല്ലാം ബുദ്ധിമുട്ടിലാണിപ്പോൾ. ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നവരുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു എന്താണെന്നറിയാം, ഒരു മെസ്സേജ് തന്നെ നമുക്ക് അയച്ചാൽ നമ്മളത് വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ ചെയ്തേനെ. അവർ നമ്മളിവിടെ വരുമ്പോൾ എയർപോർട്ടിൽ വന്നതിന് ശേഷമാണ് മെസ്സേജ് നമ്മൾ കാണുന്നത് തന്നെ. ഇവിടെ ഡിപ്പാർച്ചർ ടൈം നോക്കുമ്പം അവർ ക്യാൻസൽ കാണിക്കുന്നത്. ക്യാൻസൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്ന സമയത്താണ് അവർ പറയുന്നത് ക്യാബിൻ ക്രൂ ആയിട്ടുള്ള പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഫ്ലൈറ്റും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഷാർജ ഇതിനു മുമ്പ് പോകേണ്ട ഷാർജ ഫ്ലൈറ്റ് വരെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നാളത്തേക്ക് റീഷെഡ്യൂൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അക്കാര്യത്തിലും ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. നമുക്ക് മറ്റ് യാത്രക്കാരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിൽസി ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? ഞാൻ കായംകുളം മസ്കറ്റിലേക്ക് പോകാൻ. എന്താണ് എയർ ഇന്ത്യ പറയുന്നത്? അവരൊന്നും ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. അവർ 10-ാം തീയതി പറയുന്നു, 15-ാം തീയതി പറയുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഡിക്ലെയർ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അവർ ഇവിടെ ആദ്യം ഈ കൗണ്ടറിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ സാറേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല, 5 മണിക്ക് പറയാം, 6 മണിക്ക് പറയാം, അങ്ങനെ പറഞ്ഞ് നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടി. ഒരു ഓൾറെഡി ഒന്നും മെസ്സേജ് ഇടണം, ഓപ്പറേറ്റിംഗ് നടക്കുന്നില്ല. നാളത്തേക്കില്ല, 10-ാം തീയതിത്തേക്കാണ് എനിക്ക് തന്നത്. 10-ാം തീയതി അതും ഉറപ്പാണോന്നും അറിയില്ല. അവർക്ക് അങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല. നമുക്കല്ലേ ബുദ്ധിമുട്ട് വരുന്നത്. ഇത്രയും രൂപയും കൊടുത്തിട്ടാണ് പോകുന്നത്. 15,000 രൂപയാണ് ഈ ടിക്കറ്റിൻ്റെ ചാർജ്. അത്രയും രൂപയും കൊടുത്തിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇപ്പം നമുക്ക് 2-3 ദിവസം പിന്നെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഞങ്ങൾ വരുന്ന വണ്ടിക്കൂലി, ഇനി തിരിച്ചു പോകണം, പിന്നെ വരണം. മനുഷ്യരുടെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും രൂപയും കൊടുത്തിട്ട് വരുമ്പം ട്രാവൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? തീർച്ചയായും ഷംന, അത്തരം ആശങ്കകൾ തന്നെയാണ് യാത്രക്കാർ പങ്കുവെക്കുന്നത്.